അയാളെ തിരിച്ചറിയും സിംറ്റത്തിലൂടെ, ലക്ഷണത്തിലൂടെ തിരിച്ചറിയും. എന്ന് പറഞ്ഞാൽ അയാൾ കഴുത്തിൽ പിടിക്കും, കണ്ണ് രണ്ടും പുറത്തേക്ക് തള്ളും, അതുപോലെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് അയാൾ പുറകിലേക്ക് മറിയുകയാണ് സാധാരണ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഒരു കാൽ ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് കൊടുക്കുക. ഇടയ്ക്ക് വെച്ചാൽ ഇനി പുറകോട്ട് പറഞ്ഞേ ഫുള്ള് പറഞ്ഞേ. ഇയാൾ വീഴുവോ? ഇനി വിടത്തില്ലല്ലോ. ക്ലിയർ ആയോ? ഇനി ഞാൻ അദ്ദേഹത്തിന്റെ രണ്ട് കൈകളെയും ഇങ്ങനെ ഡിറ്റാച്ച് ചെയ്ത്, കൈ എങ്ങനെ ഒന്നുകൊണ്ട് പിടിച്ച, കൈ എങ്ങനെ കയറ്റിയത് കണ്ടോ? രണ്ട് കൈ ഇങ്ങനെ പിടിച്ചു മാറ്റി. എന്താ മാറ്റാ? ഇങ്ങനെ പിടിച്ചതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? ഒന്നുകൂടെ കഴുത്തി പിടിച്ച് ഇങ്ങനെ പിടിച്ച ഇയാൾ വിട്ടു തരുമോ? വിട്ടു തരുമോ? കാര്യം മരണപ്രാളമാണ് ഇയാൾക്ക്. ഇയാൾ ഇങ്ങനെ തന്നെ പിടിച്ചേക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്കൂടെ കയറ്റി, കണ്ടല്ലോ, ഇങ്ങനെ ഡിറ്റാച്ച് ചെയ്യുക. രണ്ട് കൈകളെ ഇങ്ങനെ അടർത്തി മാറ്റുക. ക്ലിയർ ആയല്ലോ? ഇത്രയും ക്ലിയർ ആയി. വയറിൽ ഇങ്ങനെ അമർത്തി പിടിച്ചുകൊണ്ട് ഈ മനുഷ്യനെ നമ്മൾ പൂർണ്ണമായും കമഴ്ത്തി നിർത്തുക. പൂർണ്ണമായിട്ടും മലയാളത്തിൽ റ എന്ന അക്ഷരമൊക്കെ എഴുതും പോലെ ഈ ആളെ പൂർണ്ണമായി കമഴ്ത്തി നിർത്തുക. ബാക്ക് ബെഞ്ചേഴ്സ് കാണാമല്ലോ. പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോഴും ബാക്ക് ബെഞ്ചേഴ്സ് ആയിരുന്നു, ഇപ്പോഴും പോയി ഇരിക്കുകയാണ്. കാണാൻ പറ്റില്ലെങ്കിൽ എണീച്ച് നോക്കുക. ഓക്കെ, ഇങ്ങനെ കമഴ്ത്തി വെച്ചതിന് ശേഷം ജസ്റ്റ് സി 1 2 3 4 5. ഇപ്പോൾ ഞാൻ ഈ വിനീഷ് സാറിനെ ഞാൻ അടിച്ചോ? നിങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. അടിച്ചോ? ഇടിച്ചോ? പിന്നെ ഞാൻ എന്ത് ചെയ്ത്? എല്ലാവരും ഇടത് കൈ ഇങ്ങനെ പിടിച്ച്, ഇടത് കൈ, ലെഫ്റ്റ് ഹാൻഡ് പിടിച്ച്, വലത് കൈ കൊണ്ട് ഞാൻ ഇപ്പൊ അടിച്ച പോലെ ശക്തമായി അടിച്ച്. ഇത് പലപ്പോഴും അടിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഇത് തന്നെയാണ്, ഇതിന്റെ പേര് സ്ലാപ്പിംഗ്. എന്ത് പറയും? സ്ലാപ്പിംഗ്. പഠിച്ചോ? ഇതിന്റെ പേര് സ്ലാപ്പിംഗ്. ഞാനെന്ത് അടിച്ച് തെറിപ്പിക്കുകയാണ് ചെയ്തത്. വെറുതെ ഇങ്ങനെ മതി ഇങ്ങനെ അടിക്കുകയല്ല ചെയ്തത്. ഇങ്ങനെ മുഷ്ടി കാണാമോ? മുഷ്ടി ഇങ്ങനെ ചുരുട്ടി വെക്കുക, അടുത്ത കൈ കൊണ്ട് ഇതിലേക്ക് അമർത്തി വെക്കുക. ദെൻ ചെയ്യേണ്ടത് സൈമൾട്ടേനിയസ് ആക്ഷൻ, ഒരേ സമയം രണ്ട് പ്രവൃത്തി. ഞാൻ പറയും പോലെ പറഞ്ഞേ, പ്രസ് അപ്പ്. ആ മക്കൾ പിള്ളേർ പറയുന്നത് നിങ്ങൾ ആരും വാ തുറക്കുന്നില്ല. പ്രസ് അപ്പ്, ഫാസ്റ്റ് ആയിട്ട് പ്രസ് അപ്പ്. പ്രസ്സും ചെയ്യണം ഉടനെ, അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? അപ്പും ചെയ്യണം. അത് ഒരു 5 times ചെയ്യുക. എന്താണ് നമ്മൾ തുഴയും പോലെ ഇല്ലേ? പ്രസ് അപ്പ്. ക്ലിയർ ആയോ? പ്രസ് അപ്പ്, പ്രസ് അപ്പ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായും ഈ കുട്ടി വെക്കണം. എങ്ങനെ വെക്കണം? കമഴ്ത്തി വെക്കണം. രണ്ട് വിരലുകൾ ആ കുട്ടിയുടെ വാക്കകത്ത് വെക്കുക. രണ്ട് വിരലുകൾ പിടിച്ചു വെക്കുന്നുണ്ടോ? കണ്ടോ? കാണാല്ലോ? വയറിൽ അമർത്തി വെച്ചേ. ആ കുട്ടിയുടെ വയറ് നമ്മുടെ എവിടെ ഇരിക്കണം? നമ്മുടെ തുടയിൽ അമർത്തി വെച്ചിട്ട് വിരലുകൾ രണ്ട് ഇവിടെ വെച്ചേക്കുക. ഈ പ്രായമുള്ള പിള്ളേർക്ക്. എന്നിട്ട് സാധാ സ്ലാപ്പിംഗ്. ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ അടിച്ചു തെറിപ്പിച്ചില്ലേ, അത് അതിനേക്കാൾ കുറച്ചുകൂടെ പവർ കുറച്ച്. അറിയാമല്ലോ, നമുക്ക് കൊച്ചുകുട്ടിയാകുമ്പോൾ നമ്മൾ അങ്ങനെ അടിച്ചെറിപ്പിക്കേണ്ട കാര്യമല്ലോ. ഇതുപോലെ ഇവിടെ എന്ത് ചെയ്യുക? ഒരു 5 പ്രാവശ്യം കാണിച്ചു കൊടുക്കുക. 1 2, കുറച്ചുകൂടെ വെള്ളത്തിൽ കാണിച്ചു കൊടുക്കുക. 3 4 5 ഇങ്ങനെ ചെയ്യുക. ആരെ ഒരു 3 4 ഒക്കെ ആ കുട്ടികളാണ് സാധാരണ ചിപ്സ് ഒക്കെ എടുത്ത് വീഴുന്നതല്ലേ, റംബൂട്ടാൻ വീഴുന്നത്. ഇതൊക്കെ ചെയ്താൽ നമുക്ക് സുഖമായിട്ട് ആ കുട്ടിയെ രക്ഷപ്പെടുത്താം. നിങ്ങൾ ഈ അടുത്തും പത്രത്തിൽ കണ്ടു, റംബൂട്ടാൻ. MSc B.Ed അധ്യാപിക, ടീച്ചർ, വിദ്യാഭ്യാസത്തിന് യോഗ്യതയെന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. ആ ടീച്ചർ ഈ കുഞ്ഞിന് പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ബ്രസ്റ്റ് ഫീഡിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണല്ലോ പാല് കൊടുക്കുക. പാല് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ കുട്ടി എന്ത് ചെയ്യുന്നറിയാമോ? കുട്ടിയുടെ തൊണ്ടയിൽ കിടന്നത് ഇങ്ങനെ ചെയ്തപ്പോഴാണ് ആ കുട്ടിയുടെ എവിടേക്ക്? വിൻഡ് പൈപ്പിലേക്ക് എന്ത് കയറും? ആ പാല് കയറുന്നു. ആ സമയത്ത് കുട്ടി എന്ത് ചെയ്തു? കുട്ടിക്ക് ചോക്കിങ് വന്നു. കുട്ടി കിടന്ന് ഇങ്ങനെ പിടച്ചു. ഈ അമ്മ, അധ്യാപികയായ അമ്മ, ഈ കുട്ടി എവിടെ എടുത്തു? കട്ടിലേക്ക് ഇട്ടിട്ട്, കുട്ടി പിടച്ചപ്പോൾ കട്ടിലിട്ടിട്ട് അമ്മ മാറത്തടിച്ച് ഉറക്കെ വിളിച്ചു. ഇവിടെ നിന്ന് വിളിച്ചപ്പോൾ അടുക്കളയിൽ നിന്ന് അവരുടെ അമ്മ വന്ന് നോക്കിയപ്പോൾ കുഞ്ഞ് കട്ടിലിൽ കിടന്ന് എന്ത് ചെയ്യുന്നു? പടയ്ക്കുന്നു. തൻ്റെ മകൾ എന്ത് ചെയ്യുന്നു? മാറത്തടിച്ച് വിളിക്കുന്നു. ഈ അമ്മ എന്ത് ചെയ്തു? അമ്മമ്മയും ഇടിയും വിളിയും തുടങ്ങി. ആ സമയത്ത് ഈ ബഹളം കേട്ട് അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ വന്ന് നോക്കിയപ്പോൾ സംഭവം ഇതാണ്. ചേട്ടൻ വീട്ടിൽ പോയി കയ്യിലേക്ക് മാറ്റി പാൻറ്റും ഇട്ട് കാറും എടുത്ത് കൊണ്ടുവന്ന് ഇവരെ കൊണ്ടുവന്ന്, നിങ്ങൾ ആലോചിച്ചോളാം, സമയം പോണ പോക്കുമല്ലോ. ഈ നേരെ പോയി ഒരു 1.5 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഈ കുട്ടി മരിച്ചു. മനസ്സിലായില്ലേ? അവർക്ക് 6 വർഷത്തിന് ശേഷം കിട്ടിയ കുട്ടിയാണ് ഈ 2 മാസം പ്രായമുള്ള പെൺകുട്ടി. ടീച്ചർ വളരെ സിമ്പിളായിട്ട് ആ കുട്ടിയെ രക്ഷപ്പെടുത്താമായിരുന്നു. എന്ത് ചെയ്യണമായിരുന്നു എന്നറിയാമോ? ഇപ്പോൾ ഇങ്ങനെ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന, ബ്രസ്റ്റ് ഫീഡിങ് നടത്തിക്കൊടുത്ത ടീച്ചർ കുട്ടിയെ കമഴ്ത്തി ഈ കയ്യിൽ
കയ്യിൽ ഇങ്ങനെ ഇങ്ങനെയല്ല, കയ്യിൽ കമഴ്ത്തി ഇങ്ങനെ വയ്ക്കണവർ കണ്ടോ? കയ്യിൽ കമഴ്ത്തി വയ്ക്കുക. 2 വിരലുകൾ കൊണ്ട്. എന്താണ്? 2 വിരലുകൾ കൊണ്ട് എന്ത് ചെയ്യണം? ഈ ചേട്ടന്റെ പേരെന്താ? 2 വിരൽ കൊണ്ട് സ്ലാപ്പ് ചെയ്യുക. ആ കുട്ടി കുടിച്ചത് എന്താണ്? സോളിഡ് ആണോ ലിക്വിഡ് ആണോ? ലിക്വിഡ്, പാലാണ് കുടിച്ചത്. ഈ കുട്ടിയെ തിരിച്ചു പിടിക്കുക, വയറിലേക്ക് എന്ത് ചെയ്യുക? ഇങ്ങനെ ഒരു 3 times 4 times എന്ത് ചെയ്യുക? പ്രസ് ചെയ്ത് വിടുക. അപ്പോഴും ശരിയായില്ലെങ്കിൽ വീണ്ടും ചെയ്യുക. 2 വിരലുകൾ കൊണ്ട് എന്ത് ചെയ്യുക? സ്ലാപ്പ് ചെയ്യുക, തിരിച്ചു പിടിക്കുക. കുട്ടി എന്ത് ചെയ്യണം? വയറിൽ പ്രസ് ചെയ്ത് വിടണമായിരുന്നു. ഇതായിരുന്നു ആര് ചെയ്യേണ്ടിയിരുന്നത്? ആ അധ്യാപികയായ ടീച്ചർ. അവിടെയൊക്കെ നമുക്ക് ബുദ്ധിയാണോ ആവശ്യം, യുക്തിയാണോ ആവശ്യം? യുക്തിയാണ്. ബുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മളൊരു എന്താണ്, നമുക്ക് തന്നിരിക്കുന്ന ഒരു കിട്ടിയ ഒരു പവർ. യുക്തി എന്ന് പറഞ്ഞാൽ സമയോചിതമായി പ്രവർത്തിക്കുവാനുള്ള ശേഷി. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ പറയാറില്ലേ, യുക്തിപൂർവ്വം പ്രവർത്തിക്കണം, ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കണം എന്ന് പറയുന്നത് തെറ്റാണ്. പിന്നെ എന്താണ് യുക്തി? പക്ഷെ നമ്മളെ വീട്ടിലൊക്കെ എന്താ ചെയ്യുക?